ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത 3 കൂട്ടുകാരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യന് 3 കൂട്ടുകാരുണ്ട്. ഏറ്റവും ഡീറസ്റ്റായ, ഏറ്റവും അടുപ്പമുള്ള, ആത്മാർത്ഥതയുള്ള 3 കൂട്ടുകാർ. അവർക്ക് തന്നോടുള്ള സ്നേഹവും ആ സൗഹൃദവും എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ്. അവരിൽ ഏറ്റവും കൂടുതൽ തന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരൻ ആരാണ് എന്നറിയാൻ ഒരു പരിശോധന ഈ വ്യക്തി നടത്തുന്നുണ്ട്. അയാൾ ആദ്യത്തെ കൂട്ടുകാരനോട് ചോദിച്ചു, നിനക്ക് എന്നോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, നീ എത്രത്തോളം എന്നോട് സൗഹൃദം പുലർത്തുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞത്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണ് നീ, ഏറ്റവും ആത്മാർത്ഥതയുള്ള ചങ്ങാതിയാണ് ഞാൻ നിന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നിന്റെ മരണം വരെയും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, നിന്നെ വിട്ടുപിരിയില്ല, നിന്റെ മരണം വരെയും നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ആ കൂട്ടുകാരൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷമുണ്ട്. ഒരാൾ മരണം വരെയും ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ രണ്ടാമത്തെ ആളോടും അതേ ചോദ്യം ആവർത്തിച്ചു, നീ എത്ര കാലം എന്നോടൊപ്പം നിൽക്കും, എന്നോട് എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞത്, അവസാന നിമിഷം നീ ലോകത്തോട് വിട പറഞ്ഞ് നിന്നെ കൊണ്ടുപോയി കബറിൽ വെച്ച് ആ കബറിലേക്ക് മണ്ണ് വാരിയിട്ട് നിന്നെ മൂടുന്ന നിമിഷം വരെയും നിന്നോടൊപ്പം ഞാൻ നിൽക്കുക തന്നെ ചെയ്യും, അങ്ങനെയെങ്കിലും നിന്നെ വിട്ടുകളയില്ല ഞാൻ എന്ന് രണ്ടാമത്തെ കൂട്ടുകാരൻ മറുപടി പറയുന്നുണ്ട്. താരതമ്യേന മറ്റേയാളിനേക്കാൾ അല്പം കൂടി ആത്മാർത്ഥതയും സൗഹൃദവും ഉള്ള ഒരാൾ ഇയാളാണെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, നീ എത്രത്തോളം എന്നോട് സൗഹൃദം പുലർത്തുന്നുണ്ട് എന്ന്. മൂന്നാമത്തെ ആൾ പറഞ്ഞത്, ഞാൻ നിന്നോട് ഏറ്റവും ആത്മാർത്ഥമായി ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും, നീ മരണപ്പെട്ടാലും ഞാൻ നിന്നെ വിട്ടുപിരിയില്ല, നിന്നെ കബറിൽ കൊണ്ട് വെച്ചാലും ഞാൻ നിന്നെ വിട്ടുപിരിയില്ല, നീ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു, മരിച്ച് കബറിൽ പോയാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, അതിനപ്പുറത്തേക്ക് നീ പോയാലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ 3 കൂട്ടുകാരിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള ആൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തന്നോട് സ്നേഹവും സൗഹൃദവും പുലർത്തുന്ന വ്യക്തി ഈ മൂന്നാമനാണ് എന്നൊക്കെ ബോധ്യപ്പെടാൻ വേറെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ പറ്റിപ്പോയതെന്ന് ഈ മൂന്നാമത്തെ കൂട്ടുകാരനോടാണ് ഇയാൾ അല്പമെങ്കിലും അകലം പാലിക്കുന്നത്. മറ്റ് 2 കൂട്ടുകാരോട് ഇയാളും തിരിച്ച് ഇതുപോലെയുള്ള ഒരു ആത്മാർത്ഥ ബന്ധം പുലർത്തുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ ആളുടെ വിഷയത്തിൽ പലപ്പോഴും അയാളെ പരിഗണിക്കാറ് പോലും ഇല്ലാത്തൊരു സൗഹൃദമാണിത്. ഈ പറഞ്ഞ സൗഹൃദം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. ഈ ഒന്നാമത്തെ കൂട്ടുകാരൻ എന്നുള്ളത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ വിഭവങ്ങളാണ്, നമ്മുടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സ്വത്തുക്കളാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ എന്നുള്ളത്. ആ കൂട്ടുകാരൻ്റെ നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മരണം വരെയാണ്. മരണത്തോടുകൂടി നമ്മളേതല്ലാതായി മാറുകയാണ് സ്വത്ത്. പണം ഇവിടെ ഉണ്ടായേക്കാം, ഈ സമ്പത്ത് ഇവിടെ ഉണ്ടായേക്കാം, പക്ഷെ അതെങ്ങും നമുക്കുള്ളതല്ല. നമ്മൾ മരണത്തോടു കൂടി എന്ന് ഫറോവയുടെ സാമ്രാജ്യത്തെ നോക്കിയിട്ട് വിശുദ്ധ ഖുർആൻ സംസാരിച്ചതാണ്. ഇവിടെ ഈ മിസ്രിന്റെ ഈ കോട്ടകളും കൊത്തളങ്ങളും ഒക്കെ മുമ്പ് ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു, പക്ഷെ അവരൊക്കെ വിട്ടുപോയതാ. ഇന്ന് ചില ആൾക്കാരെ കയ്യിലിരിക്കുന്നു, നാളെ മറ്റു കുറെ ആൾക്കാരെ കയ്യിലിരിക്കും. ഇതൊക്കെ ഇവിടെയൊക്കെ തന്നെ കുറെ കാലം ഉണ്ടാകും. പക്ഷെ മനുഷ്യർ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും. ഒരു വാടകക്കാരനെ പോലെ ഉപയോഗിച്ച് മനുഷ്യനെ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ താൽക്കാലികമായി വാടകയ്ക്ക് കുടിയേറുന്ന മനുഷ്യനോ ഇതിന്റെ അധികാരി എന്ന് അവൻ സ്വയം ചിന്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന് ഈ ദുനിയാവിന്റെ വിഭവങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ മരണം വരെയാണ്. മരണത്തിനപ്പുറത്തൊരു ബന്ധവുമില്ല. ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടികളൊക്കെ നമ്മുടെ പേരിലായിരിക്കാം, അതിനൊക്കെ ഉടമസ്ഥന്മാർ താനേ വേറെ വന്നോളും. അതോട് ബന്ധം അവസാനിക്കും. രണ്ടാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സന്താനങ്ങളാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളും സന്താനങ്ങളും ഒക്കെയാണ്. അവർക്കുടെ റോൾ ഏതുവരെയാണുള്ളത്? ഖബർ വരെയാണ്. ഖബറിന്റെ ചാര നിന്ന് നമ്മളെ ഓർത്തിട്ട് നമുക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് അവർ ഓരോരുത്തരും ചിന്തിച്ചിട്ട്, എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എൻ്റെ പിതാവ്, എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എൻ്റെ സഹോദരൻ, എത്ര പ്രിയപ്പെട്ടവളായിരുന്നു എൻ്റെ ഭാര്യ എന്ന് ആ ഖബറിന്റെ ചാര നിന്ന് ഓർത്തോർത്ത് കരഞ്ഞ് വിതുമ്പി മണ്ണിട്ട് മൂടിയിട്ട് മനുഷ്യർ മടങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. അവന് വേറെ ജോലിയുണ്ട്. എല്ലാ മനുഷ്യർക്കും ജീവിതം പിന്നെയും ബാക്കിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പിന്നെയും ഏറെ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനുള്ളത് കൊണ്ട് മരണപ്പെട്ട വീടുകളിൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ കളിയും തമാശകളും തുടങ്ങി. വന്ന ബന്ധുക്കൾക്ക് വേണ്ടി ഭക്ഷണം വിളമ്പാനും അവർക്കും അവരുമായി സൗഹൃദം പങ്കിടാനും ഇപ്പോഴത്തെ കാഴ്ച എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ഒരുപാട് വാർത്തകളും ഒരുപാട് മരണങ്ങളും കണ്ട് പോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എത്ര വേണ്ടപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടാലും ശരി തന്നെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കാറുള്ളൂ. പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുക. ഈ ജനാസ കൊണ്ട് സംസ്കരിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഓളമായി. ആൾക്ക് കുറെ കാലമായാലും കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കച്ചവടമൊക്കെ പുരോഗതി ഉണ്ടോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയലായി, പിന്നെ ഭക്ഷണം ഒരുക്കലായി, എല്ലാവരും സന്തോഷത്തിലേക്ക് പോവാണ്.
നമ്മൾ വിസ്മരിക്കപ്പെട്ടു. പിന്നെ ചിലപ്പോൾ വലിയ വൈകുന്നേരങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന സാധാ ചർച്ചകളുണ്ടാവും. എല്ലാവരോടും ഒന്നിരുന്നിട്ട് ഇനി 3ന്റെ പരിപാടി നടത്തണ്ടേ, വന്നവരെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നവർക്കെല്ലാം കൂലി കൊടുക്കണമല്ലോ. അപ്പോൾ വന്നവർ ലിസ്റ്റ് എടുക്കുക, വന്നവരെല്ലാം വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന രീതി അത് നമ്മുടെ നാട്ടിലാണ്. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യൻ വിസ്മരിക്കപ്പെടുകയാണ്. ഇതിന് യാഥാർത്ഥ്യം ഒന്നുമില്ല, നമ്മൾ ഉൾക്കൊണ്ടേ തീരുള്ളൂ. നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ജനങ്ങൾക്ക് വേറെ ജീവിതം ബാക്കിയുണ്ട്, അതുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ബന്ധം അവസാനിക്കണം. എന്നാൽ 3ാമത്തെ കൂട്ടുകാരാണെന്നറിയുമോ, വഅമലുക സ്വാലിഹ്, അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്, നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ്. അത് നമ്മളെ വിട്ടു പോകത്തേയില്ല. ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ വിട്ടുപോകില്ല. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഏക വസ്തു എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങളാണ്. ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട മനോഹരമായ ഒരു ഉപമയാണ് ഈ റസൂൽ ഈ സംഭവത്തിൽ വിശദീകരിക്കുന്നത്. നമുക്കിതെല്ലാം വേണം, ദുനിയാവിൽ പണം വേണം. പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? പണമില്ലാത്തവൻ പിണമാണെന്ന് പറയുമ്പോൾ പണമില്ലെങ്കിലും സമ്പാദ്യമില്ലെങ്കിലും മാന്യമായ തൊഴിലില്ലെങ്കിലും നമ്മളിവിടെ പരിഗണിക്കപ്പെടില്ല. ആരും പരിഗണിക്കൂല. കുടുംബത്തിനകത്ത് പോലും നമ്മൾ അകറ്റപ്പെടും. കുടുംബത്തിനകത്ത് പോലും കൂടപ്പിറപ്പുകൾക്ക് പോലും നമ്മൾ വിലയുണ്ടാവില്ല. നമ്മൾ അവനൊപ്പം ഈക്വലായി നിൽക്കുന്ന ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിലേ നമ്മുടെ അഭിപ്രായത്തിന് പോലും വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ട് ദുനിയാവ് നമുക്ക് വേണം. നമുക്ക് ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിന്റെ അസ്ഥിവാരം എന്നുള്ളത് നമ്മുടെ തൊഴിലും വരുമാനവുമാണ്. ആ തൊഴിലും വരുമാനമൊക്കെ സ്റ്റഡിയായി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് പോലും ഒരു സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ വിലയുണ്ടാവുള്ളൂ. അവരൊരു വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു വിവാഹങ്ങൾ നടത്തിയെടുക്കാനുള്ള എളുപ്പമാർഗം ഉണ്ടാവുള്ളൂ. നമുക്കൊരു അസ്ഥിവാരമില്ല, ഐഡന്റിറ്റി ഇല്ല, സ്ഥിര വരുമാനമില്ലെങ്കിൽ നമുക്ക് വിലയുണ്ടാവില്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും അത് ബാധിക്കും. ആക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാവും. അഭിപ്രായത്തിന് വിലയുണ്ടാവില്ല. ദുനിയാവ് വേണം, സമ്പാദിക്കണം, മാന്യമായി ജീവിക്കണം. ആർക്കും നമ്മളൊരു ബാധ്യതയാകാൻ പാടില്ല. മറ്റുള്ളവരുടെ ബാധ്യതകൾ കൂടി ഏറ്റെടുക്കാൻ, ഒരാളെ കൂടി ഷോൾഡർ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ജീവിതം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും വലിയ പുണ്യം തന്നെയാണ്. അതുകൊണ്ട് വരുമാനം വേണം, ദുനിയാവ് നോക്കണ്ടെന്നല്ല. അത് കണക്കിന് സന്താനങ്ങൾ പരിപാലിക്കേണ്ടി. പ്രിയപ്പെട്ടവർ നമ്മുടെ രക്തത്തിന്റെ ഭാഗമാണ്, നമ്മളുടെ കരളിന്റെ ഭാഗമാണ് നമ്മുടെ സന്താനങ്ങൾ. അപ്പൊ ആ സന്താനങ്ങളും കുടുംബക്കാരും ഒക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നമ്മുടെ നന്മകളിൽ നമ്മുടെ സന്തോഷങ്ങളിൽ ഒപ്പം ചിരിക്കുകയും നമ്മുടെ സങ്കടങ്ങൾ നമുക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരാണ്. അവരെയും വിട്ടുകളയാൻ പറ്റില്ല. അവരെയും പരിഗണിക്കണം ജീവിതത്തിലുടനീളം. പക്ഷെ ഇവരാരുമുള്ള ബന്ധമുണ്ടല്ലോ, ഇതെല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതിനപ്പുറത്ത് വരാൻ ഇവർക്ക് കഴിയില്ല. പിന്നെ വലിയൊരു ഇടവേളയാണ്. നമുക്ക് എത്ര വലിയ ബന്ധമാണ് അള്ളാഹു ദുനിയാവിൽ നമുക്ക് നൽകിയത്. വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. എല്ലാവരെയും എന്ത് ചെയ്യും? ജലം എന്നുള്ള വെള്ളത്തിലാണ് ജീവന്റെ അംശമുള്ളത്. അതിൽ നിന്ന് മനുഷ്യനെ പടച്ചു. എന്നിട്ടോ മനുഷ്യൻ നെസബും സിഹറും നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ. രക്തബന്ധങ്ങളെയും വിവാഹബന്ധങ്ങളെയും മനുഷ്യന് നൽകിയത് അള്ളാഹുവിന് നിഅമത്താണെന്ന്. ഒരു മനുഷ്യനെ ഒരു ചങ്ങലക്കണ്ണിയിലെ കൊളുത്തുകൾ പോലെ ഓർത്തിണക്കിയിട്ട് ഓരോ മനുഷ്യനും കുറെ ബന്ധങ്ങൾ നൽകി. മരുമകൻ, മകൻ, ഉമ്മ, വാപ്പ, മാമ, മാമി, കൊച്ചുമ്മ, കൊച്ചാപ്പ, ഇതൊക്കെ നമുക്ക് ബന്ധമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഇതല്ലേ നമ്മളെ ജീവിപ്പിക്കുന്നത്. നമ്മളെ കാണാനും നമ്മളെ കേൾക്കാനും നമ്മളെ വളർച്ച കാണാനും നമ്മളെ തോൽവി കാണാനും ഒക്കെ കുറെ മനുഷ്യർ ഇവിടെ നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രേരകം, മുന്നോട്ട് പോകാൻ നമുക്ക് ഏറ്റവും വലിയ പിൻബലമാകുന്നത്. അപ്പോൾ ഈ ബന്ധങ്ങൾ നമുക്ക് അനിവാര്യമാണ്, ഈ വലിയ അനുഗ്രഹമാണ്. പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ എവിടെ അവസാനിക്കുന്നു? ഒരിടത്ത് വന്ന് അവസാനിക്കും. പിന്നെ ഒരു ഇടവേളയിൽ ഇവരാരെയും നമുക്ക് കാണാൻ കഴിയില്ല. മരണം മുതൽ മനുഷ്യന് ബന്ധങ്ങൾ ഒരു വിലയുണ്ടാവില്ല. എവിടെ വരെയെന്നറിയാം? അവസാനം എത്രയോ കാലഘട്ടം നമ്മൾ കടന്നു പോകണം. മിഖ്ദാറുഹു 50 അൽഫസനാണ്. 50,000 വർഷത്തിന്റെ വിശാലതയുള്ള മഹ്ശറയിൽ മനുഷ്യർ നിൽക്കും. 50,000 വർഷങ്ങളുടെ വിശാലതയുള്ള മഹ്ശറയിൽ ഈ ഖബർ മുതൽ അങ്ങോട്ടുള്ള യാത്രയാണ്. ബർസഖ് മുതലുള്ള യാത്രയിൽ മനുഷ്യന് ബന്ധങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഈ മഹ്ശറയിൽ പോലും മനുഷ്യൻ നിൽക്കുമ്പോൾ ഒരു ബന്ധങ്ങളും അവിടെ വരില്ല. ഇതെല്ലാം കടന്നു പോയിട്ട് ഏറ്റവും അവസാനം ഒരു മനുഷ്യൻ അവൻ വ്യക്തമായ നിലയിൽ ലക്ഷ്യം പ്രാപ്തിയിലെത്തി, അവന് സ്വർഗം കിട്ടി. എന്ന് വിശുദ്ധ ഖുർആൻ. അവസാനത്തെ രംഗമാണ്. റസൂലിന് പറഞ്ഞ് ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയെ ഞാൻ നരകത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ് കരഞ്ഞുപോയത് നബിയെ എന്ന് ആയിഷ ബീവി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. തന്റെ പ്രിയപ്പെട്ടവൻ പ്രവാചകൻ കൂടിയാണ്, മുൻപിൻ പാവങ്ങൾ പൊറുക്കപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ ഹബീബാണ്. അത്രയും പ്രിയപ്പെട്ടവനായ അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ഭർത്താവായി കിട്ടിയതിന്റെ ഒരു ആനുകൂല്യം തനിക്ക് കിട്ടുമോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവർ ചോദിച്ചു, നബിയെ താങ്കൾ കുടുംബത്തെ ഓർക്കുമോ നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അത് അള്ളാഹുവിന്റെ റസൂൽ എത്രത്തോളം അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണ്. നാളെ മഹ്ശറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുപാർശയും അള്ളാഹു ശഫാഅത്തുൽ ഉലമയും അടക്കം എല്ലാ വിഷയങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ട് റസൂൽ എന്താ പറഞ്ഞത്? ആയിഷ, അതെങ്ങനെ നടക്കുക?
മഹ്ശറ എന്നുള്ളത് വളരെ ഗംഭീരമായ ഒരു ഏരിയയാണ്. മനുഷ്യർ ഓരോരുത്തരും അവൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും സ്വയം സുരക്ഷിതനാകണമെന്ന് മാത്രം ഒരു സെൽഫിഷായി മനുഷ്യൻ ഏറ്റവും മൂർധന്യതയിൽ കാണപ്പെടുന്ന സ്ഥലമാണ് മഹ്ശറ എന്നുള്ളത്. അത്രയും വിശാലമായ ഒരു കാലഘട്ടം കടന്നു പോകുന്ന മഹ്ശറയിൽ ആരെയും ഓർക്കില്ല ആയിഷ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രധാനമായിട്ട് പ്രത്യേകമായി എടുത്തു പറയുകയാണെങ്കിൽ 3 ഘട്ടങ്ങളുണ്ട്, അതിനിർണായകമായ 3 ഘട്ടങ്ങൾ. മനുഷ്യന് നന്മയും തിന്മയും തൂക്കുന്ന തുലാസിന്റെ സമീപത്ത് ആരെയും ഓർക്കില്ല. നന്മയുടെയും തിന്മയുടെയും ഏടുകൾ മനുഷ്യനെ ഏൽപ്പിക്കപ്പെടുമ്പോൾ ആരെയും ഓർക്കില്ല. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോഴും ആരെയും ഓർക്കില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എന്താകുമെന്നുള്ള ഒരു അസ്വസ്ഥതയിലാണ് ഓരോ വ്യക്തിയും ഉള്ളത്. അവസാനം ഏട് വലത് കൈയിൽ നൽകപ്പെട്ട് ഈ വലത് കൈയിലെ ഏട് വായിച്ച് അവൻ സന്തോഷിച്ച് കർമ്മങ്ങളുടെ പച്ച കൊണ്ട് മാത്രം എനിക്ക് രക്ഷ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ മനുഷ്യൻ ആലോചിക്കും, അല്ലാഹുവേ എൻ്റെ വാപ്പ എവിടെ, എൻ്റെ ഉമ്മ എവിടെ, അല്ലാഹുവേ എന്ന് എൻ്റെ ഉമ്മ എവിടെ, എൻ്റെ വാപ്പ എവിടെ എന്ന് മനുഷ്യർ ചോദിക്കും. അല്ലാഹുവിൻ്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐന അബുക് ഐന അബി ഐന ഉമ്മി ഐന ആഖി ഐന ബബ്നി, അല്ലാഹുവേ എൻ്റെ ഉമ്മ എവിടെ, എൻ്റെ വാപ്പ എവിടെ, എൻ്റെ മകൻ എവിടെ, എൻ്റെ മകൾ എവിടെ, ഇത് മനുഷ്യൻ ചോദിക്കും. അതുവരെയും ചോദിക്കില്ല, വലിയൊരു ഇടവേള കഴിഞ്ഞ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന മറുപടി പുണ്യനെ പറഞ്ഞു, നിനക്കുള്ള അമലങ്ങും അവർക്കില്ലാതെ പോയല്ലോ എന്ന്. നിന്നെ ഇവിടെ എത്തിച്ചത് നിന്റെ കർമ്മമാണ്, നീ ചെയ്ത ജീവിതത്തിന്റെ ത്യാഗങ്ങളാണ്, നിന്റെ ഉറക്കമൊഴിച്ചിലാണ്, നിന്റെ വ്രതമാണ്, നിന്റെ നമസ്കാരമാണ്, നിന്റെ ദാനധർമ്മങ്ങളാണ്. നീ ചെയ്തതുപോലെ എങ്ങും അവരും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അവരെങ്ങും ഇവിടെ എത്തിയിട്ടില്ല, അവരൊക്കെ പുറത്താണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മനുഷ്യന് പറയാനുള്ള, അള്ളാഹുവേ അവരില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ്, അവരില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അല്ലാഹുവേ, ഞാൻ നമസ്കരിക്കുമ്പോൾ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അവരെ കൂടി പിൻബലത്തിലാണല്ലോ, അവർക്ക് വേണ്ടി കൂടിയാണല്ലോ അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നിലേക്ക് അടുപ്പിക്കണേ എന്ന് ഒരു മനുഷ്യൻ റിക്വസ്റ്റ് വയ്ക്കാൻ കഴിയും. അതിനും അർഹതയുള്ളവൻ ഇവൻ അഭ്യർത്ഥിക്കുമ്പോൾ അല്പമെങ്കിലും അർഹതയും അവകാശവുമുള്ളവരെ കൂടി ഈ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി അല്ലാഹു പരിഗണിക്കും. ആ പരിഗണനയിൽ ചില ആൾക്കാർ സ്വർഗത്തിൽ കടന്നുകൂടുകയും ചെയ്യും. ഒരു കുടുംബത്തിൽ ഏറ്റവും ഒരാളെങ്കിലും രക്ഷപ്പെട്ടു വരികയും അയാളുമായിട്ട് ഈ മനുഷ്യൻ നല്ല ബന്ധം പുലർത്തുകയും ചിലരെങ്കിലും അല്പം നന്മകളുടെ കുറവ് കൊണ്ട് മാത്രം അള്ളാഹു പുറത്തു നിർത്തുകയും ചെയ്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ അകത്ത് കയറാൻ ഇത് എളുപ്പമായി തീരും, ഒരു സഹായമായി തീരുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതുവരെയും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമുണ്ട് മനുഷ്യന് ബന്ധം ഉണ്ടാവില്ല. അതിൽ ഒന്നാമത്തെ സ്ഥലമാണ് ഖബർ. ബർസഖിൽ കൊണ്ടുവച്ച് ഖബർ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഓരോ മനുഷ്യനും ഒറ്റപ്പെടും. ആ ഖബറിന്റെ ഇരുട്ടറയിൽ എല്ലാ മനുഷ്യരും, ബർസഖ് എന്ന് പറയുമ്പോൾ ഒരു അനുഭവമാണ്. എന്താണ് ഖബറുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പമുണ്ടാകാം. ഒരു മനുഷ്യന്റെ ജഡം, ആ ജഡം കൊണ്ടുപോയി മണ്ണിനകത്ത് വെച്ചു, മണ്ണിട്ട് മൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അതിനകത്ത് ഈ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് ശരീരം തന്നെയാണോ അനുഭവിച്ചു പോകുന്നത്. സാധാരണഗതിയിൽ ഖബർ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഖബർ കുഴിച്ചു നോക്കിയാൽ അവിടെ ഒന്നും കാണാൻ കഴിയില്ല. ഒരു മനുഷ്യ ശരീരം മുഴുവനും മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കും. അങ്ങനെ ഒരു ശരീരത്തിനകത്ത് പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഖബർ, ബർസഖിന്റെ ഒരു കാലഘട്ടം കടന്നു പോകുന്നത്? ഈ ശരീരം പിന്നെ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഈ ഖബർ എന്നുള്ള വസ്തുതയാണോ, യാഥാർത്ഥ്യമാണോ എന്നൊരു ചോദ്യം ഉണ്ടാകും. ഖബർ എന്ന് പറയുമ്പോൾ, ഖബർ എന്ന് പറഞ്ഞൊരു ഖബർ എന്ന് നമ്മൾ കാണുന്ന ഈ ഒരു മണ്ണിന്റെ കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു തീർക്കുന്ന ഒരു രൂപത്തിനപ്പുറത്തേക്ക് ബർസഖ് എന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ബർസഖ് എന്നൊരു കാലഘട്ടം, ആ ബർസഖിയായ ഒരു കാലഘട്ടത്തെയാണ് ഖബർ പ്രതിനിധീകരിക്കുന്നത്. ഒരു മനുഷ്യനെ അടക്കിയിട്ടേ ഇല്ല, അടക്കുന്നേയില്ല, അടക്കാൻ ഉദ്ദേശമില്ല, അയാൾ അടക്കാതെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. മോർച്ചറി ഇരിക്കുന്ന ശവങ്ങൾക്ക് വിചാരണ ഉണ്ടാവില്ലേ? അവരുടെ ഒരിക്കലേക്ക് ചോദ്യങ്ങൾ വരില്ലേ? അവരൊരു ബർസഖിന്റെ ഒരു കാലഘട്ടം കടന്നു പോകണ്ടേ? മോർച്ചറിൽ സേഫായിട്ടിരിക്കാൻ പറ്റുമോ? അവിടെ ചോദ്യങ്ങൾക്ക് മലക്കുകൾ വരില്ലേ? അവർക്ക് ഈ പറഞ്ഞ വിധത്തിലുള്ള വിചാരണകളില്ലേ? തിന്മ ചെയ്തവൻ അവൻ ശിക്ഷിക്കപ്പെടുകയില്ലേ? നന്മ ചെയ്തവന് പ്രതിഫലം നൽകപ്പെടുകയില്ല? തീർച്ചയായിട്ടും നൽകപ്പെടും. അതൊക്കെ ബർസഖിന്റെ ലോകം എന്ന് പറയുന്നത് ആത്മീയമായൊരു ലോകം കൂടിയാണിത്. ഇത് റസൂൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ഖബർ ചൂണ്ടി സംസാരിക്കാൻ കാര്യം, നമ്മൾ അവസാനം കൊണ്ട് വെക്കുന്ന സ്ഥലം ഖബറായതുകൊണ്ടാണ്. ആ ഖബറിന്റെ ഈ നമ്മൾ കാണുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്മശാനങ്ങളിലെ ആ പറയപ്പെടുന്ന വളരെ ചെറിയൊരു കുഴിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളല്ല ഇത്, മറിച്ച് മനുഷ്യൻ ആത്മീയമായി അനുഭവിക്കുന്ന വിശാല തലമുണ്ട് അതിന്. അതുകൊണ്ട് ഈ ശരീരം തന്നെ വേണമെന്നില്ല, ഈ ശരീരം ഇതുപോലെ ഈ ബർസഖിന്റെ കാര്യങ്ങൾക്ക് ആവശ്യമേ വരുന്നില്ല. മനുഷ്യന്റെ ആത്മാവ് തന്നെയാണ് ആവശ്യം. മനുഷ്യന്റെ ആത്മാവിനെയാണ് നമ്മൾ ഉറക്കത്തിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്, അടി കിട്ടുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ നമുക്ക് അടി കിട്ടിയതുപോലെ ഉറക്കമുണരുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഒരു അടി കിട്ടിയതുപോലെ നമ്മൾ ആ ഒരു സങ്കടം അല്ലെങ്കിൽ അതിന്റെ തീക്ഷ്ണതയും തീവ്രതയും ആ സ്വപ്നത്തിനുള്ളത് നമ്മൾ ഉണരുമ്പോൾ അതിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായേക്കാം. സ്വാഭാവികമായിട്ട് ആത്മീയമാണ്, ആ മനസ്സ് അനുഭവിക്കുന്ന, ആത്മാവ് അനുഭവിക്കുന്നതാണ് ഈ സ്വപ്നത്തിന്റെ സഞ്ചാരം എന്നുള്ളത്. അതുപോലെ ഒരു മനുഷ്യനെ ഈ ശരീരത്തിലേക്ക് നേർക്കുനേരെ നടക്കുന്ന പ്രവൃത്തിയല്ല ഒരിക്കലും ബർസഖ് എന്നുള്ളത്. അത് തികച്ചും ആത്മീയമാണ്. അതിനിങ്ങനെ ഒരു ബർസഖിന്റെ ഒരു ലോകമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മലക്കുകളുണ്ട്. ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് മലക്കുകൾ വന്നിട്ട് അവനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? നമ്മുടെ ജീവിതത്തിന്റെ വിചാരണയാണിത്.
നമ്മുടെ ജീവിതം വിചാരണ ചെയ്യപ്പെടുകയാണ്. നമ്മൾ ക്രോസ് വിസ്താരം ചെയ്യപ്പെടും. ആരായിരുന്നു നിന്റെ റബ്ബ്? അപ്പൊ എന്റെ റബ്ബ് അല്ലാഹു ആയിരുന്നു എന്ന് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സമർത്ഥിച്ചിരിക്കണം. എന്റെ റബ്ബ് അല്ലാഹു ആണ്. ഇപ്പൊ തർക്കം ധരിക്കുന്നത് നിന്റെ ഇമാമാരെ, എന്റെ ഇമാം ഖുർആൻ ആയിരുന്നു എന്ന്, നിന്നെ നയിച്ച നായകനാരെ എന്റെ മുഹമ്മദ് നബി ആയിരുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പറയാൻ എന്തിനാ ആരെ പഠിക്കേണ്ടത്? അങ്ങനെ ജീവിച്ചവർക്ക് അത് പറയാൻ കഴിയും. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മറുപടി ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചു, റബ്ബിനെ അംഗീകരിച്ച് ജീവിച്ചു, ഖുർആൻ നയിച്ച വഴിയെ സഞ്ചരിച്ചു, അയാൾക്ക് മറുപടിയുണ്ട്. കൃത്യമായ മറുപടികൾ പറഞ്ഞു കഴിയും. ആ മറുപടിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ മനുഷ്യന്റെ കബറിലേക്ക് ഒരു സുന്ദരനായ മനുഷ്യൻ കടന്നു വരും. ആ മനുഷ്യന്റെ കബറിൽ ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ കടന്നു വരും. ഈ ഏകാന്തതയിലും ഈ സുന്ദരനായ ഒരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമാകും, വലിയ പ്രതീക്ഷയാകും. കൊള്ളാം, കാണാനും കൊള്ളാം, ആളൊരു ആകർഷണീയതയുണ്ട്. എന്നാലും എന്നെ തനിച്ച് വിടാതെ തനിച്ച് കഴിയേണ്ടി വന്ന ഈ ബർസഖിന്റെ കാലഘട്ടത്തിൽ എനിക്കൊപ്പം കൂടിയല്ലോ നീ. ആരാണ് നീ? ആരാ എന്നോടൊപ്പം ഇരിക്കാൻ? നിന്നെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. മുമ്പ് കണ്ട മുഖങ്ങളിൽ എവിടെയും നിന്നെ കാണാനില്ല. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് മനുഷ്യർ എനിക്ക് ദുനിയാവിൽ വിട്ടുകളഞ്ഞാൽ ഞാൻ വന്നത്. അവരെ ആരെയും അല്ല ഞാൻ കാണുന്നത്. ഇത് നിന്നെ ആദ്യമായി കാണുകയാണ്. അപരിചിതത്വമുള്ളൊരു മുഖം. ആരാണ് നിങ്ങളെന്ന് കൂട്ടിരിക്കാൻ വന്ന് കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ എന്നെ മനസ്സിലായില്ലേ? അന അമുലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ കർമ്മങ്ങളാണ്, നിനക്കൊപ്പം ഇരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഒരു മനുഷ്യന്റെ കബറിൽ തുടങ്ങുന്നു. പിന്നെയാണ് മനുഷ്യൻ, അന്ന് മുതലാണ് ശരിക്കും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ വാല്യൂ നമുക്ക് ബോധ്യപ്പെടുക. ഇത് കണ്ടു കഴിയുമ്പോൾ അള്ളാഹുവിന് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. മർസഖിന്റെ ലോകത്ത് മനുഷ്യന് ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ മനുഷ്യനെ കണ്ടു കഴിയുന്നതോടുകൂടി അള്ളാഹു എത്രയും വേഗം ഈ ലോകമൊന്ന് അവസാനിപ്പിക്കുക. ഇതായിരിക്കും പ്രാർത്ഥന. ഈ ലോകമൊന്ന് അവസാനിപ്പിക്കല്ല, എൻ്റെ കർമ്മം എനിക്ക് കൂട്ടുവന്നു. ഇത്രയും നല്ല കർമ്മങ്ങൾ എനിക്കുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ വിശ്വാസി ബർസഖിന്റെ ലോകത്ത് പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എത്രയും വേഗം ലോകം അവസാനിക്കണം, വിചാരണ നടക്കട്ടെ. ഈ കർമ്മങ്ങൾ എനിക്ക് ഒപ്പം ഉണ്ടാകും. ഈ കർമ്മങ്ങളുടെ പച്ചയിൽ ഞാൻ സ്വർഗം പിടിക്കും. എനിക്ക് സ്വർഗീയമായ ജീവിതം, എൻ്റെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെയുള്ള മടക്കം തിടുക്കമായല്ല ഒന്ന് അവസാനിപ്പിക്കുക ലോകമെന്ന് മനുഷ്യർ പറയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചില ആൾക്കാർ കബറിലേക്ക് വരും. വിരൂപിയായ ചില മനുഷ്യർ കടന്നു വരും. അവന്റെ കോലം കാണുമ്പോൾ എല്ലുകൾ ഉന്തി, കണ്ണുകൾ കുഴിഞ്ഞ്, കാണാൻ തന്നെ വെറുപ്പ് തോന്നുന്ന വളരെ കോലം കെട്ട ഒരാൾ കടന്നു വരും. ഒന്നാമത് ഏകാന്തതയിൽ തടവറയിലേക്ക്, ഈ കബറിലേക്ക് വന്ന ബർസഖിന്റെ ലോകത്ത് ദുഷിച്ച ആത്മാക്കൾ, അള്ളാഹുവേ ഇതാരാ കടന്നു വരുന്നത്? അയാളെ കാണുമ്പോൾ പിന്നെയും വെറുപ്പാകും, സങ്കടമാകും, ഭയമാകും. ഇതിന്റെ കൂടെ ഈ ഇരുട്ടറയിൽ, ഈ ഏകാന്തതയിൽ ഒരു വിരൂപിയായ ഒരാൾ കൂടി കടന്നു വരുമ്പോൾ ഭയപ്പെടുത്തുന്ന കോലം കണ്ട് ഇയാൾക്ക് അറപ്പ് തോന്നും. ആരാ നീ? എന്റെ കബറിൽ നിനക്കെന്താ കാര്യം? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്ന് മനുഷ്യൻ ചോദിക്കും. അപ്പൊ അയാൾക്ക് മറുപടി ഉള്ളത്, അമലൊക്കെ സ്വയ്, ഞാൻ നിന്റെ കർമ്മമാണ്, ഞാൻ വേറെ ആരുമില്ല. നിനക്ക് പരിചയം തോന്നുന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ നിനക്ക് പരിചയമുള്ള ഒരാളാണ്. ഞാൻ നിന്റെ കർമ്മങ്ങളാണ്. നീ ചെയ്തതല്ലേ നിന്റെ കബറിൽ ഉണ്ടാവുള്ളൂ. ഇത്രയും ദുഷിച്ച രൂപത്തിൽ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരേണ്ടി വന്നെങ്കിൽ, ഈ ഗതികെട്ട അവസ്ഥയിൽ നിന്റെ മുമ്പിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നെ പരിഗണിക്കാത്തതുകൊണ്ടല്ലേ. നിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, നിന്റെ കബറിൽ ഞാൻ വരും, കബർ കഴിഞ്ഞ് നിന്നോടൊപ്പം ഉണ്ടാകും, അവസാനം വരെ നിന്നോടൊപ്പം ഉണ്ടാകും, എന്നെ ഒന്ന് പരിഗണിക്കണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. പക്ഷെ നീ എന്നെ പരിഗണിച്ചില്ല. എന്നെ ഈ കോലത്തിലാക്കിയത് നീയാണ്. നിന്റെ നികൃഷ്ടമായ കർമ്മങ്ങളാണ്. എനിക്ക് വേറെ പോകാൻ തലവുമില്ല, നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന്. വെറുപ്പാണ് മനുഷ്യന്, അറപ്പാണ്, പരാജയ ഭീതി. ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ലോകം അവസാനിക്കില്ലേ. ഈ കർമ്മങ്ങളുടെ ബലങ്ങുമൊങ്ങും കാണാനോ അനുഭവിക്കാനോ ഇതൊക്കെ വിചാരണ ചെയ്യപ്പെടാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലാ എന്ന് ഓരോ മനുഷ്യനും കവറി കടന്ന് പറയും. ലോകം അവസാനിപ്പിക്കാൻ പാടില്ല എന്ന്. ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് ലോകം മുന്നോട്ട് പോകണ്ടേ? ലോകം മുന്നോട്ട് പോകേണ്ടതിൽ ഈ കർമ്മങ്ങൾ, അള്ളാഹു മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾക്ക് നീതിപൂർവ്വം പ്രതിഫലം കൊടുക്കുന്ന ദിവസം, അതാണല്ലോ അള്ളാഹുവിന്റെ വാഗ്ദാനം. അതാണല്ലോ നമ്മൾ ഈ കടന്ന് ത്യാഗം ചെയ്യാനുള്ള കാരണവും. നമ്മൾ എന്തുകൊണ്ട് ത്യാഗം ചെയ്യുന്നു? എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നു. എല്ലാവരും ഇഷ്ടത്തിന് സമ്പാദിക്കുമ്പോൾ ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദ്യം മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മുടെ വസ്ത്രധാരണയിൽ ഇസ്ലാമികമാക്കുന്നു. അള്ളാഹുവിന് അനിഷ്ടമായ അപ്രിയമായ രീതിയിൽ ഒന്നും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പേരിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളോ ധാരാളമാണ്. അലാറം വെച്ച് സുബഹിക്ക് ഉണരുന്നു എല്ലാ ദിവസവും. കൃത്യമായി സുബഹി നമസ്കാരം ജീവിതത്തിന്റെ ഏത് തിരക്കിനിടയിലും 5 നേരം നമസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്നൊരു വിഹിതം സാധുക്കൾക്ക് സക്കാത്തായി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആരെയോ കീഴ്പ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വെച്ചിട്ട് അതിലേക്ക് പ്രതിഫലം അനുഭവിക്കാതെ പോയാൽ എത്ര അനീതിയാണ് നമ്മൾ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം നടക്കുന്നത്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്കെതിൽ നടക്കുന്ന അനീതിയോ, എന്തുമാത്രം അനീതികൾക്ക് നമ്മൾ ഇരയാകുന്നു. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഒരു പീഡിത മർദ്ദിത സമൂഹമായി മുസ്ലിമീങ്ങൾ ആഗോളതലത്തിൽ വേട്ടയാടപ്പെടുന്നു. ഇതിന്റെയൊക്കെ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച് നമ്മൾ കടന്നു പോവാണ്. എന്നിട്ടും ഈ ആദർശം വിട്ടുകളഞ്ഞിട്ടില്ല. എല്ലാത്തിനും ഒടുവിൽ ഇതിനൊന്നും പ്രതിഫലമില്ല എങ്കിൽ, ഇവിടെയെങ്കിലും നീതി നടപ്പിലാക്കപ്പെടുന്നില്ല എങ്കിൽ, തീർച്ചയായിട്ടും ഇങ്ങനൊരു നീതി പീഠമേ ഇല്ല എങ്കിൽ നമ്മൾ നഷ്ടത്തിലല്ലേ.
ആ നഷ്ടമുണ്ടാകാൻ പാടില്ല എന്ന് പടച്ചവന്റെ തീരുമാനം. ഇതൊക്കെ പടച്ചുവിട്ടവന്റെ തീരുമാനം. അതുകൊണ്ട് അനീതിയും അക്രമവും ഈ ഭൂമിയിൽ പെരുകുമ്പോഴും ഇതിനൊക്കെ അപ്പുറത്തൊരു നീതിപീഠമുണ്ട്, അള്ളാഹുവിന്റെ കോടതിയുണ്ട്. അവിടെ കണക്കുകൾ വിചാരണ ചെയ്യപ്പെടും. ജീവിവർഗങ്ങൾക്കിടയിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഇടിച്ചിട്ടുണ്ട് എങ്കിൽ അവയ്ക്കിടയിൽ പോലും നീതിപൂർവ്വം ന്യായം നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കോടതിയാണ്. തിന്മയാണ് അണുവളവ് ചെയ്തതെങ്കിൽ അത് നിനക്ക് കാണാൻ കഴിയും. നന്മയാണ് നീ അണുവളവ് ചെയ്തതെങ്കിൽ അത് നിനക്ക് കാണാൻ കഴിയും. അത് കാണാതെ പോകില്ലെന്ന്. അതുകൊണ്ട് അള്ളാഹു ലോകം അവസാനിപ്പിക്കും. ഈ ലോകത്തിന് അവസാനമിടും. അവസാനമായി കഴിയുമ്പോൾ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി എല്ലാ മനുഷ്യരും തന്റെ തലയിലെ മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത് സൂറന്ന കാഹളം മൂതപ്പെടുന്നതോടുകൂടി മനുഷ്യർ അവർ കബറുകളിൽ നിന്ന് ബർസഖിന്റെ ലോകത്ത് നിന്ന് മനുഷ്യൻ അവൻ ശരീരം വീണ്ടെടുത്ത് ആത്മാവും ശരീരവുമായി പിന്നെയും പുറപ്പെടും. ഈ ജറാദുകൾ വെട്ടുകിളികൾ കൂട്ടം കൂട്ടമായി മരുഭൂമിയിലൂടെ പരന്നിറങ്ങി സഞ്ചരിക്കുന്നത് പോലെ മനുഷ്യർ കൂട്ടം കൂട്ടമായി വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ മഹ്ശറിലേക്ക് വന്ന് നിൽക്കും. അന്ന് മനുഷ്യർ തിരയുന്ന എന്തറിയുമോ? ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖദത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ യൗമഇദിൻ യസ്തുറു അന്നാസു അശ്താതൻ ലിയുറു അഅമാലഹും. ഈ ലോകം കിടുകിട പറക്കപ്പെടും. ഭൂമിയിലുള്ള അകത്തുള്ളതെല്ലാം പുറന്തള്ളപ്പെടും. ഭൂമി അടിച്ചൊരു ചപ്പാത്തി പോലെ പരത്തപ്പെടും. അങ്ങനെ ഭൂമിയിൽ മനുഷ്യർ വിചാരണയ്ക്ക് വേണ്ടി പിന്നെയും വിളിച്ചുകൊണ്ട് വരപ്പെടും. അന്ന് മനുഷ്യർ പരതുന്നത് അവർ കർമ്മങ്ങൾ തേടി അലയും. നമ്മുടെ കർമ്മങ്ങൾ എവിടെയെന്ന് മനുഷ്യർ കൂട്ടം കൂട്ടമായി മഹ്ശറിൽ സഞ്ചരിച്ചു പിടിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ കർമ്മം കൊണ്ടല്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം അന്ന് മനുഷ്യൻ തെരഞ്ഞു പിടിക്കും. ഇവിടെ എന്തൊക്കെയുണ്ട്, ഏതെങ്കിലും പാണ്ടക്കെട്ടിലോ അല്ലെങ്കിൽ ഷോക്കേഴ്സിലോ അല്ലെങ്കിൽ അലമാരയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഇരിപ്പുണ്ടോന്ന് മനുഷ്യർ തെരഞ്ഞു നടക്കുന്നത് പോലെ അവൻ മഹ്ശറിൽ ഇങ്ങനെ കർമ്മങ്ങൾ തേടി അരയും. ചെയ്തെങ്കിലല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചാലല്ലേ ഉണ്ടാവുള്ളൂ. കുറച്ച് നമസ്കാരമായി, നോമ്പായി, സക്കാത്തായി, സഹായങ്ങളായി എന്തെങ്കിലും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് അവിടെയാണ് ഏറ്റവും വലിയ നിരാശാബോധം മനുഷ്യന് വേട്ടയാടുന്നത്. അന്ന് ആരെയും നോക്കില്ല. ഈ പറഞ്ഞ ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഈ ദുനിയാവിൽ ബന്ധങ്ങളെല്ലാം വിലപ്പെട്ടതായിരുന്നു. പക്ഷെ ഈ ബന്ധങ്ങളെല്ലാം ഒരു വിചാരണ പൂർത്തിയാവുന്ന ഘട്ടം വരെയും അതിനും ഒരു പ്രസക്തി ഉണ്ടാവില്ല. എല്ലാ മനുഷ്യനും ഓടിയകലും. ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ബന്ധങ്ങളിൽ നിന്നും മനുഷ്യൻ ഓടി ഒളിക്കും. ആർക്കും താല്പര്യമില്ല. ബന്ധങ്ങളല്ല ഇന്ന് എന്റെ സുരക്ഷ, എന്റെ രക്ഷ എന്നുള്ളതാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുക. നഫ്സി 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 എന്ന് ഈ പ്രവാചകന്മാർക്ക് പോലും അതേ പറയാനുള്ളൂ. കാരണം നമ്മൾ തന്നെ കർമ്മങ്ങൾ എത്രത്തോളം കുറവായിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇത് പിടിച്ചു കയറാൻ പറ്റിയ കർമ്മങ്ങളുണ്ടോ എന്ന ആശങ്കയിൽ മനുഷ്യൻ ഇങ്ങനെ പരതി നടക്കുകയാണ് കർമ്മങ്ങൾ തേടി. ഇതിനിടയിൽ ഉമ്മയെ കണ്ടാൽ മനസ്സിലാവില്ല, വാപ്പയെ കണ്ടാൽ മനസ്സിലാവില്ല, മക്കളെ കണ്ടാൽ മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാവില്ല. അത്ര ഭയാനകമാണ് ദിവസം, അത്ര ഭയാനകമാണ്. ലോകത്തിന് അവസാനിക്കുന്ന നിമിഷം മുതൽ തുടങ്ങിയിട്ടുള്ള ഘട്ടങ്ങൾ ആ ഭയാനകതയെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഗർഭിണിയായ സ്ത്രീകൾ പ്രസവിച്ചു പോവുകയും മുലയൂട്ടുന്ന ഉമ്മമാര് മക്കളെ മറന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യമെന്ന്. ഏറ്റവും കെയർഫുൾ ആയിട്ട് മനുഷ്യർ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഉമ്മയുടെ മടിത്തട്ടിലാണ്. ഉമ്മയുടെ മാറത്തോട് ചേർന്നിരുന്ന് ഒരു കുഞ്ഞ് പാല് കുടിക്കുന്ന നിമിഷമാണ് ഏറ്റവും കെയർഫുൾ ആയിട്ട് ഒരു കുട്ടിയെ കാണാൻ കഴിയുക. അത്രയും സുരക്ഷിതമായ കരങ്ങൾ മാതാവിന്റെ കരങ്ങളാണ്. ആരെയും കൈവിട്ട് കളയും, പക്ഷെ ആ കുഞ്ഞിനെ മാത്രം നമ്മൾ കൈവിട്ട് കളയില്ല. അത്രമേൽ കെയർഫുൾ ആയിട്ട് ഏറ്റവും സുരക്ഷിതമായി ഒരു കുഞ്ഞ് കഴിയുന്നത് മാതാവിന്റെ ഉദരത്തിനകത്തൊന്നെങ്കിൽ റഹമിലാണ്, ഗർഭാശയത്തിലാണ്, അല്ലെങ്കിൽ പുറത്തു വന്നൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കൊടുക്കുന്ന നിമിഷത്തിലാണ് എന്നുള്ളത് ഖുർആൻ പറയുന്നത്, സൂചിപ്പിക്കുന്നത് അതിലേക്കാണ്. പക്ഷെ ആ കുഞ്ഞു പോലും വിസ്മരിക്കപ്പെടുന്ന അത്രയും തീവ്രത ഉണ്ടാകും നാളെ ലോകം അവസാനിക്കുമ്പോൾ. അത്രയും ഭയാനകമായൊരു നിമിഷമാണ്. അന്ന് മനുഷ്യർ പതറിപ്പോകുന്നത് അമലുകളുടെ ശോചനീയത കൊണ്ടാണ്. മനുഷ്യൻ എവിടെ അമലെന്ന് മനുഷ്യൻ പരതി അന്വേഷിക്കും. ചെയ്തു വെച്ചെങ്കിൽ ഉണ്ടാകുമത്. അതിനു വേണ്ടി മനുഷ്യൻ പരക്കം പായും. അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു വിവർത്തകന്റെ മധ്യസ്ഥതയില്ലാതെ മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ നേർക്കുനേർ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് മുമ്പിൽ വന്ന് നിൽക്കും. കലാ ഇദാ ദുഖത്തിൽ ദുഖൻ ദക വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ എന്ന് അണിയണിയായി മലക്കുകൾ നിന്നിട്ട് വിചാരണയ്ക്ക് വേണ്ടി നാഥൻ കടന്നു വരും. അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യർ നേർക്കുനേർ നിൽക്കും. അള്ളാഹുവിന്റെയും എന്റെയും ഇടയിൽ ഒരു വിവർത്തകന്റെ മധ്യസ്ഥതയില്ലാതെ പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോ ആരെ സഹായത്തിന് വിളിക്കുക? വലത്തോട്ട് നോക്കും. ആരെങ്കിലും സഹായത്തിനുണ്ടോന്ന്? ഇല്ലാമ ഖദ്ദമ, ഞാൻ ചെയ്തു വെച്ചത് എവിടെ കാണുള്ളൂ. ഇടത്തോട്ട് നോക്കും. ഇല്ലാമ ഖദ്ദമ, ഞാൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ എവിടെ കാണുള്ളൂ. പാപ്പയും ഉമ്മയും കുട്ടിന് വരില്ല. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മുമ്പിലേക്ക് നോക്കുമ്പോ നരകമാണ്. മുമ്പിലേക്ക് നോക്കുമ്പോൾ നരകമാണ്. റബ്ബ് മുമ്പിൽ നിൽക്കാണ്. എന്താ ഉള്ളത്? വലത്തോട്ടും ഇടത്തോട്ടും നോക്കും മനുഷ്യൻ കർമ്മമില്ലെന്നും ആ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിന് മുമ്പിൽ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രയും മ്ലേച്ഛമായ ഒരു ജീവിതത്തിന്റെ കണക്ക് പുസ്തകം.
വെറുക്കപ്പെടുന്ന അവസ്ഥ സ്വയം നമ്മൾ വിമർശിക്കാൻ തുടങ്ങും. അത് അവിടെ റസൂൽ പറഞ്ഞു നിർത്തുന്നൊരു വാക്കുണ്ട്, ഒത്ത കുന്നാറ ഒരു ബിഷിക്ക് തമ്ര എന്ന്. ഒരു കാലക്കീടെ കീറെങ്കിലും ദാനം ചെയ്തിട്ട് ഒരു നന്മയെങ്കിലും സമ്പാദിച്ചു വെക്ക്, ജീവിതത്തിന് അർത്ഥമുണ്ടാകട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാലയ്ക്ക് കീറ് കൊടുത്ത് നന്മയെങ്കിലും വേണ്ടേ നമുക്ക്? ഒരാൾക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത നന്മയെങ്കിലും അവകാശപ്പെടാനുണ്ട്. നിസ്സീമമായി, നിഷ്കളങ്കമായി, ആത്മാർത്ഥമായി നാളെ പരലോകത്ത് വേണമെന്ന പ്രതീക്ഷയോടെ, പ്രത്യുപകാരം കാംക്ഷിക്കാതെ, മനുഷ്യന് മുമ്പിൽ കയ്യടി പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി ചെയ്ത ഒരു കാലക്കീടെ കീറിന്റെ ദാനമെങ്കിലും വെക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടെങ്കിലും നീ രക്ഷപ്പെടാൻ നോക്കാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കർമ്മങ്ങൾ അതേ ഉണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും. ഇത് നമ്മൾ ഏറ്റവും ഗൗരവത്തോടാണ്. എന്തെങ്കിലും സമ്പാദിച്ചു വെക്കാൻ കഴിയണം. അത് കൊടുത്തിട്ടാണെങ്കിലും തഖ്വയെ കുറിച്ച് പറയല്ലോ. നമ്മൾ തഖ്വ പരിശോധിക്കപ്പെടുമ്പോൾ റമദാൻ മാസം വന്നു, മുത്തഖിയാകണം വേണ്ടി നമ്മൾ പല പരിപാടികളും ചെയ്യുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നു, പല കാര്യങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ അടക്കം ചെയ്യുമ്പോൾ നമ്മുടെ തഖ്വയുടെ വേലിയേറ്റം പരിശോധിക്കേണ്ടപ്പോഴാണ് നമ്മൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമ്മുടെ കർമ്മങ്ങൾ വിശ്വാസം മാത്രമല്ല, ഹൃദയത്തിൽ മാത്രമല്ല തഖ്വയുള്ളത്, അത് ഉള്ളമാണ്. തഖ്വയുടെ പുറം ഭാഗം നോക്കുമ്പോൾ യുഖീമൂന സ്വലാത്ത, നമസ്കാരത്തിന്റെ പഞ്ച്വാലിറ്റിയാണ്. കൃത്യമായി നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ദിക്റിൽ കഴിഞ്ഞുള്ള നമസ്കാരങ്ങളിൽ പഞ്ച്വാലിറ്റി വന്നിട്ടുണ്ടോ പരിശോധിക്കപ്പെടണം. ഇത് കർമ്മമാണ്. നാളെ നമുക്ക് വേണ്ടി ഏറ്റവും വലിയ ബലം, ഒരു മനുഷ്യന് ഏറ്റവും ബലം നൽകുന്ന കർമ്മം നമസ്കാരമാണ്. ആ നമസ്കാരം പരിശോധിക്കപ്പെടും. അള്ളാഹുവിൽ കണക്കെടുപ്പ് ആദ്യം നടക്കുന്ന നമസ്കാരത്തിന്റെ വിഷയത്തില. നമസ്കാരമൊക്കെ പക്കയാണ്. എന്ത് കൃത്യമായി ദൈനംദിന ജീവിതത്തിൽ റബ്ബിന്റെ വിഷയത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ അള്ളാഹുവിന് കൊടുക്കേണ്ട സക്കാത്ത് കൃത്യമായി കൊടുക്കുക. എല്ലാത്തിനും സക്കാത്തുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും സക്കാത്ത് കൊടുക്കണം. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് നികുതി കൊടുക്കണം, മനുഷ്യന്റെ ബാധ്യതയാണ്. ഏത് നിഅമത്തിന് നികുതി കൊടുക്കുമ്പോഴാണ് ആ നിഅമത്തിന് ബറക്കത്തുണ്ടാവുക, അതിന് വളർച്ച ഉണ്ടാവുക. രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതാണ് കാര്യം. ആ നിഅമത്തിൽപ്പെട്ടതാണ് നമുക്ക് കിട്ടിയ ഈ ആരോഗ്യം എന്നുള്ളത്. ഈ ആരോഗ്യം എന്ന നിഅമത്തിന് നമ്മൾ കൊടുക്കുന്ന സക്കാത്താണ് നോമ്പ്, സക്കാത്തുൽ ജസദി അസ്സൗമെന്ന്. അതുപോലെ സമയം, നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ, ഈ സമയം ഓരോ രാവും പകലുമായി അള്ളാഹു സംവിധാനിച്ച് 24 മണിക്കൂറുള്ള ഓരോ ദിവസവും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതിന് വിശാലത ഉണ്ടാകണമെങ്കിൽ, അതിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ, അതിന് ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാകണമെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് നമസ്കാരമാണ്. നമ്മുടെ സമയത്തിന് ശുദ്ധിയാണ്. ചില ആൾക്കാർ സമയമേ തികയുന്നില്ല. എങ്ങനെ എത്ര പെട്ടെന്നാണ് പോകുന്നത്, എത്ര പെട്ടെന്നാ സമയം പോകുന്നത്. 24 മണിക്കൂർ പോകുന്ന അറിയുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഒരു കാര്യവും നടക്കുന്നില്ല. ഒരു ദിവസത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല. സമയത്തിന് ബർക്കത്തില്ല. എന്തുകൊണ്ടില്ല? സമയത്തിന് ബർക്കത്തില്ലാതെ പോയി. ആ ബർക്കത്ത് നഷ്ടപ്പെട്ടതിന്റെ കാര്യം അതിന് സക്കാത്ത് കൊടുത്തിട്ടില്ല. സമയത്തിന് സക്കാത്താണ് നിസ്കാരം. കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തിന് കൃത്യമായി ബർക്കത്തുണ്ടാവും. വിഷാദന് സുബഹി കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ച് ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയാൽ ആ പകലിന് വിശാലത ഉണ്ടാവും. അന്ന് നിങ്ങൾ ചെയ്ത കാര്യവും അത് നമസ്കരിക്കാത്ത ദിവസം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കണക്കൂട്ടിയാൽ മതി. സുബഹി നമസ്കരിച്ച് കൃത്യമായി 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന സമയത്തിന്റെ വിശാലത അത് നിസ്കരിക്കാത്തവന് കിട്ടില്ല. പക്ഷെ നമ്മൾ എന്താ കണക്കാക്കുന്നോ, ഈ നിസ്കരിക്കുന്ന സമയം കൂടി ഇങ്ങോട്ട് പ്രവർത്തിച്ചാൽ സമയം നമുക്ക് കുറച്ചുകൂടി മുതലാക്കാൻ കഴിയും. നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിസ്കാരമൊക്കെ എല്ലാം കൂടെ ചേർത്ത് അവസാനം രാത്രി അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് കാലത്തെ നിസ്കരിച്ച് തീർക്കാം. ബാക്കി സമയത്തോടെ എന്തെങ്കിലും ചെയ്യാൻ എത്തില്ല. നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ തീർന്നു എന്ന് നിങ്ങൾ മുമ്പിൽ കാണും, പക്ഷെ ഒരിക്കലും തീരില്ല. നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ കൺമുമ്പിൽ ദാരിദ്ര്യം വെച്ചുകൊണ്ടേയിരിക്കുമെന്ന്. നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുക്കാം. എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി സമയം നിങ്ങൾ മാറ്റിവെക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുക്കുമെന്ന് അല്ലാഹു. നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ പരിഹരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും, കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അങ്ങ് വിട്ടിട്ട് ദുനിയാവിന്റെ പിറകെ ഓടിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ പുറത്തും വരില്ല. നിങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അമലുകൾ സമ്പാദിക്കുക എന്നുള്ളത് നമസ്കാരം ഒന്നാമത്തെ കാര്യമാണ്. നമസ്കാരം കഴിഞ്ഞ് പിന്നെ അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. കൊടുക്കാൻ മനസ്സ് വേണം മനുഷ്യർ. കൊടുക്കുന്നതാണ് ലാഭം എന്നുള്ളത്. നമ്മുടെ നിക്ഷേപം എന്നുള്ളത് കൊടുക്കുന്നതാണ്. നമ്മൾ കഴിച്ചതല്ല. നമ്മളത് കണക്കാണ്. എന്റെ പണം എന്ന് കുരുപുനാഥം മാലി എന്റെ പണം. നിന്റെ പണം ഏതാണ്? നീ തിന്നത്. നിന്റെ പണം നീ തിന്നതോടെ അത് കഴിഞ്ഞു. നീ തിന്ന് വിസർജിച്ചു. അത് നീ ഉടുത്ത് നശിപ്പിച്ച വസ്ത്രങ്ങളോ, ഇതാണ് നിന്റെ സമ്പാദ്യം. അങ്ങനെയല്ല സമ്പാദ്യത്തെ നോക്കിക്കാണേണ്ടത്. നിന്റെ സമ്പാദ്യമാക്കേണ്ടത് നീ കൊടുത്തതാണ് എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. റസൂലിന്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്ത് റസൂൽ പറഞ്ഞു ഇതിലൊക്കെ ദാനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അറുത്ത് മാംസങ്ങൾ വിതരണം ചെയ്തു. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തുപോയി കടന്ന് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് വീട്ടിലെ കാര്യം അന്വേഷിച്ചു. എന്തായി? ആടിനെ അറുത്തിട്ട് എല്ലാം കൊടുത്തു തീർത്തോ?
എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവിയുടെ മറുപടി മാ ബഖിയ മിൻഹാ ഇല്ലാ കത്ഫുഹാ, നബിയെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു തോളൽ ഒഴികെ. ഒരു തോളല് മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്, ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന്. എല്ലാം കൊടുത്തു കഴിഞ്ഞു, ആകെ ബാക്കിയായത് ഒരേ ഒരു തോളലാണെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. ബഖിയ കുല്ലുഹാ ഇല്ലാ കത്ഫുഹാ. അങ്ങനെയല്ല ആയിഷ, അങ്ങനെയല്ല. ഈ തോളലാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത്. ഈ തോളല് ബാക്കിയായി എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതല്ല, അങ്ങനെയല്ല ആയിഷ. ഈ തോളലാണ് ഇവിടെ നമ്മൾ എന്ത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്, കൊടുത്തതെല്ലാം ബാക്കിയായിട്ടുണ്ട് എന്ന്. കൊടുത്തതെല്ലാമാണ് ബാക്കി ആയിഷ. ഇതാണ് ഇല്ലാതെ പോയതെന്ന്. നമ്മൾ തിന്നാൻ വേണ്ടി എടുത്തു വെച്ചതല്ല നമ്മുടെ സമ്പാദ്യം, നമ്മൾ കൊടുത്തു വെച്ചതുണ്ടല്ലോ, അതാണ് നമ്മുടെ സമ്പാദ്യം. അത് നിക്ഷേപമാണ്, അത് നമുക്കുണ്ട് എന്ന്. കൊടുത്തു പോയതാണ് ഉള്ളത് എന്ന്. ഗുർജീഫിന്റെ ഒരു കവിതയുണ്ട്, ഓൾ ദാറ്റ് ഐ ഹാവ് ഹോർഡഡ് ഈസ് ലോസ്റ്റ് എന്ന്. എടുത്തു വെച്ചതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്നാൽ കൊടുത്തതെല്ലാം എനിക്ക് ബാക്കിയായിട്ടുണ്ട് എന്ന്. ഈ ഗുർജീഫിന്റെ ഒരു കവിതയാണ്. അപ്പൊ ഇതേ ആശയമാണ് ഈ പറയുന്നത്. നമ്മൾ കൊടുത്തതാണ് ബാക്കി. നമ്മൾ കൊടുത്തത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിലുണ്ടാവും. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ കണക്ക് കൂട്ടിയിട്ടും ഉണ്ടാവില്ല. ഇതൊക്കെ നാളെ പരലോകത്ത് നിൽക്കുമെന്ന് ചിന്തിച്ചിട്ട് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പടച്ചവൻ എന്ത് ചെയ്യും, കൃത്യമായി കണക്കെടുത്തിട്ടുണ്ടാകും. നമ്മൾ കൊടുക്കുന്ന ഓരോ നാണയങ്ങളും ഒരു പുതു ഉടുപ്പ്, ഒരു വസ്ത്രം ആയിക്കോട്ടെ, അള്ളാഹുവിന് മുമ്പിൽ ഉണ്ടാകും. അള്ളാഹു ഒന്നിനെ നിസ്സാരമായി കാണില്ല കേട്ടോ. നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു നന്മയെ പോലും അള്ളാഹു നിസ്സാരമായി കാണില്ല. നിങ്ങളും അങ്ങനെ കാണില്ലേ? ഒരു നന്മയെ നിങ്ങൾ നിസ്സാരമായി കാണില്ലേ? ജീവിതത്തിന്റെ വിചാരണകൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് വിജയത്തിലേക്ക് പിടിച്ചു കയറാനുള്ള പിടിവള്ളികളായിരിക്കും ചെറിയ നന്മകൾ പോലും. അതൊരു ചെറിയ ഗ്ലാസ് വെള്ളം കൊടുത്താലും മതിയാകും, നിങ്ങൾ രക്ഷപ്പെടാതെ മതിയാകും. ജീവിതത്തിൽ അങ്ങനെ കുറച്ച് നന്മകൾ, ഒരു പിടിയെങ്കിലും നന്മകൾ സമ്പാദിച്ചു വെക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയണം. ആ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ജീവിതം എന്നുള്ളത്. ആ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഇരിക്കുന്നതും. അതുകൊണ്ട് ഇവിടെയൊക്കെ വേണ്ടത് ഇഖ്ലാസ്. ഒന്നാമത് ഏറ്റവും നന്നായി വേണ്ടത് നമ്മുടെ കർമ്മങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുക. ഇന്നൊരു നാടകീയത വേണ്ട, ആരെയും കാണിക്കാൻ വേണ്ടിയില്ല, ആരുടെയും കൈയടിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾക്ക് എപ്പോഴും ആത്മാർത്ഥത പുലർത്തുക. അഖ്ലിസ് അമലക യക്ഫികുൽ അമലുൽ ഖലീൽ. കൊടുക്കുന്നത് അല്പമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് കൊടുക്കുക, പ്രവർത്തിക്കുന്നത് അല്പമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. 2 റക്അത്താണ് നമസ്കരിക്കുന്നതെങ്കിലും ആത്മാർത്ഥതയുടെ, അതുമാണ് ആത്മാർത്ഥതയുടെ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. ഇല്ല, ആരെയും കാണിക്കേണ്ട, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് ഉറക്കം വരണം, ഞാൻ ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് മൂലയിൽ പോയി കിടന്നുറങ്ങിക്കോളൂ. നിങ്ങൾ നിസ്കരിച്ച 2 റക്അത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഈമാനും വിശ്വാസവും പടച്ചവന്റെ പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ട് കണ്ണുകൾ കീഴടക്കുന്നു, നിസ്കരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും എങ്ങനെ പോയി കിടക്കുക? ആൾക്കാരെല്ലാം നിസ്കരിക്കുമ്പോൾ നമുക്കത് ക്ഷീണമല്ലേ? എല്ലാവരും പറയില്ല, നീ വന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയത്. ആരോ എന്തോ പറയട്ടെ, ആരോ എന്തോ പറഞ്ഞോട്ടെ, വിഷയമുള്ള കാര്യമില്ലല്ലോ. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഉറക്കം കഴിയുന്നത്. നമ്മൾ ഈ പള്ളി കഴിയുന്ന നിമിഷങ്ങൾ റബ്ബിന് വേണ്ടിയാണ്. അള്ളാഹു ഈ 4 ചുവരുകൾക്കുള്ളിൽ അള്ളാഹുവിന് അനുഗ്രഹം നിറക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കേവലം ഒരു കെട്ടിടമല്ലല്ലോ അള്ളാഹുവിന് ഭവനം എന്നുള്ളത്. വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ അഭയം പ്രാപിക്കാൻ, അള്ളാഹുവിനെ വന്ന് കാണാൻ, അള്ളാഹുവിന്റെ വീടെന്ന് പറയുക മസാജിദ്, ബൈത്തുള്ള അള്ളാഹുവിന്റെ വീടുകൾ, അള്ളാഹുവിന്റെ വീട് എന്ന് എല്ലാവർക്കും ഒരു അഡ്രസ്സ് ഉണ്ടാകും. എല്ലാവർക്കും ഒരു അഡ്രസ്സ് ഉണ്ടാകും. ഒരു അഡ്രസ്സ്. ഇപ്പൊ എന്റെ വീട്, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് എന്നെ കാണാൻ കഴിയുന്നത്, നിങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കണമെങ്കിൽ ഇവിടെ വരേണ്ടത് നിങ്ങൾ എന്റെ വീട്ടിൽ വരണം. എന്റെ വീട്ടിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്റെ അതിഥിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും നല്ല കസയിൽ നിങ്ങൾ ഇരുത്തും. നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ പുറത്തു പോകുന്നത് വരെ, നിങ്ങൾ എൻ്റെ വീട് വിട്ട് സലാം പറഞ്ഞിറങ്ങുന്നതിനും നിങ്ങൾ കയറിയും നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്കൊരു അപരിചിതത്വം ഫീൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും പരിചിതമാക്കുക. എൻ്റെ ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തി, എൻ്റെ മക്കളെ പരിചയപ്പെടുത്തി, ഞാൻ ആവുന്ന വിധത്തിലൊക്കെ നിങ്ങൾ പരിഗണിക്കുക. എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവസ്ഥയാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ അഡ്രസ്സ് തപ്പി ഇറങ്ങുന്നവർക്ക് ഒരേ ഒരു അഡ്രസ്സേ കാണാൻ കഴിയുള്ളൂ, അത് അള്ളാഹുവിന്റെ പള്ളികളാണ്, പടച്ചവന്റെ വീടാണിത്. അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വാതിൽ തുറന്നിട്ട് അള്ളാഹുവേ എന്റെ പാവങ്ങൾ പുറത്തിട്ട് നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറക്കണേ എന്ന് പറഞ്ഞാണ് ഈ വാതിൽ നമ്മൾ തുറക്കുക. ഈ വാതിൽ തുറന്നു കയറുന്നത് ഈ കെട്ടിടത്തിനകത്തല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനകത്താ. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് വന്നിരിക്കുമ്പോൾ ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തിനകത്ത് കഴിച്ചു കൂടുന്ന ഓരോ നിമിഷങ്ങളും അത് കർമ്മമാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്ന് ഓരോ നിമിഷങ്ങളിലും ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇരുത്തം റബ്ബിന്റെ കണക്ക് പുസ്തകത്തിലുണ്ടാകും. ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകും, ഉറക്കം പോലും ഉണ്ടാകും. വിശ്വാസിയുടെ ഉറക്കം പോലും ഇബാദത്താണ്, അതുപോലും ഇബാദത്താണ്. പക്ഷേ ഈ ഇബാദത്തായി കിട്ടണമെങ്കിൽ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഈ ഈമാനം വഹ്തിസാബ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയണം. ഈ കർമ്മങ്ങൾ നമുക്ക് അവശേഷിക്കും. അതുകൊണ്ട് തളർന്നു പോകാൻ പാടില്ല, ജീവിതത്തിൽ തളർന്നു പോകാനേ പാടില്ല. കുറെ കായലും ഇനിയിപ്പം മതി, ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പം മതി അവസാനം വരെയും. റസൂലിനോട് പറയുന്നത് മരണം വരും വരെ, മരണം വരുന്ന നിമിഷം വരെയും പ്രവർത്തിക്കുന്ന എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാണ്. മരണം വരുന്നത് വരെയും. വാർദ്ധക്യം വന്നില്ലേ റസൂലിന്, ക്ഷീണം ബാധിച്ചില്ല റസൂലിന്, തടി കൂടിയില്ലേ റസൂലിന്, എന്നിട്ടും പ്രവാചകൻ നമസ്കരിച്ചു, കാലിൽ നീര് കിട്ടി.
അഫ്ലാഖൂനു അബദൻ ഷക്കൂറ എന്ന് ആയിഷ നന്ദിയുള്ള ഒരു അടിമയാകണമെങ്കിൽ അല്പം സാക്രിഫൈസ് ചെയ്യണ്ടേ, അല്പം ത്യാഗം ചെയ്യണ്ടേ ആയിഷ? വെണ്ണം കാലിൽ നല്ല വണ്ണമുണ്ട്, ഈ കാലിൽ നീര് കെട്ടിയിട്ട് ആ നീരിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോഴും രാത്രിയിൽ സുദീർഘമായി നിന്ന് നമസ്കരിച്ച പ്രവാചകനോട് പ്രിയപ്പെട്ടവൾ പറഞ്ഞു, നബിയെ ഈ അവസ്ഥയിലും നമസ്കാരം വേണോ എന്ന്. അപ്പോഴും റസൂല് പറഞ്ഞത്, ആയിഷ മരണം വരെയും പ്രവർത്തിക്കാൻ പറഞ്ഞു വിട്ടവൻ നാഥൻ, ആ റബ്ബിനോട് നന്ദി കാണിക്കണ്ടേ? എത്ര എണ്ണിയാലൊടുങ്ങാത്ത നിയമത്തുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. റസൂലിന് മാത്രമാണോ? സർവ്വ മനുഷ്യർക്കും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകി ഈ ജീവിതം വെച്ച് വിളമ്പിയവൻ. ഈ റബ്ബിന്റെ മുമ്പിൽ നന്ദിയോടെ മടങ്ങിച്ചെല്ലണമെന്ന ദിവസം വരെയും കർമ്മങ്ങളിൽ ഏർപ്പെടുക, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് നമ്മുടെ ബാധ്യത എന്നുള്ളത്. ഇതിലേറ്റവും സുപ്രധാനമായ 2 മേഖലയാണ് തഖ്വയുടെ ഭാഗമായി ആദ്യം സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്. നമസ്കാരം, അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. വിശുദ്ധ റമദാൻ മാസമാണ്. അജ്വദ് മിൻ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും റസൂൽ ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കുണ്ടായി ഒരുപാട് മിച്ചം വരട്ടെ, കണ്ടമാന സമ്പാദ്യങ്ങൾ ഉണ്ടാകട്ടെ, എന്നിട്ട് ഒന്ന് ഡെവലപ്പായിട്ട് കൊടുക്കാം എന്ന് നിങ്ങൾ കണക്കാക്കല്ലേ. അങ്ങനെ കണക്കാക്കി ഒരു മനുഷ്യനും ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. തിരയടങ്ങിയിട്ട് കടലിൽ ഇറങ്ങാമെന്ന് കണക്കാക്കുന്നത് പോലെയായി പോകും കാര്യങ്ങൾ. ഏത് ഞെരുക്കത്തിലും കൊടുക്കണം. ആഗോളതലത്തിൽ വലിയ ഞെരുക്കമാണ്, ബിസിനസ് ലോസാണ്, ആയിക്കോട്ടെ. കറൻസിയുടെ നിരോധനം തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, ഇപ്പൊ നടക്കുന്ന യുദ്ധമടക്കം നമ്മൾ അടുക്കളയെ ബാധിച്ചിട്ടുണ്ട്, നമ്മൾ കീഴ്ചകളെ ബാധിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി നമ്മൾ ഞെരുക്കിയിട്ടുണ്ട്, ആയിക്കോട്ടെ. എന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കൊടുക്കുന്നത് ഉണ്ടാവും. നമ്മുടെ മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം. ഈ കൊടുക്കുന്നത് അവർ കാണണം. അവർ കാണുമ്പോൾ അവർക്ക് ഇതിൽ പ്രചോദനം ഉണ്ടാകണം. അടുത്ത തലമുറയിലും ഇത്തരം സഹായങ്ങൾ നിലനിൽക്കണം. ഈ നന്മ നിലനിൽക്കണ്ടേ? ഇല്ല എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയുമ്പോഴും ഇവിടെ ഏത് ചിട്ടിക്കമ്പനി പൊട്ടിയാലും ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ നാട്ടുകാരുടെ മുസ്ലിം കാക്കാവനുണ്ടാവുക. ഏത് പദ്ധതി ആവട്ടെ, അമിതമായ ലാഭം നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനവുമായിട്ട് ആര് കടന്നു വന്നാലും അതുപോലെ ആരെങ്കിലും പൈസ ഇല്ല, ആരുടെ ചോദിച്ചാലും പൈസ ഇല്ല. അവസാനം ഏത് സംഭവം അൽമുക്തദർ ആകട്ടെ, ടോട്ടൽ ഫോർ യു ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ മോറിസ് കോഹിൻ ആകട്ടെ, ഏത് സാധനമാണെങ്കിലും ഹൈറിച്ച് ആകട്ടെ, ഈ സമീപകാലത്ത് പൊട്ടിപ്പോയ ഒരുപാട് പദ്ധതികളുണ്ട്. ഇരട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇരട്ടി കണക്കിന് ലാഭം നൽകാമെന്ന്, കൊട്ടക്കണക്കിന് ലാഭം നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനവുമായിട്ട് വരുന്ന ഈ സംരംഭങ്ങൾക്ക് അത് ഹലാലാക്കാൻ മസാല ഇറക്കാനും പിന്നെ അതിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതുവരെ പാപ്പരാണ്. 15 ലക്ഷം എൻ്റെ പോയത്. 10 പൈസയ്ക്ക് വകയില്ലാന്ന് തോന്നുന്നവനും 15 ലക്ഷം രൂപ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ദാരിദ്ര്യത്തിന് പ്രധാനപ്പെട്ടാണെന്ന് അമിത ലാഭം കൊതിച്ചിട്ട് ഇത്തരം കുത്തകകൾക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഈ പൂട്ടിപ്പോയ അൽമുക്തദർ അടക്കമുള്ള സംഭവങ്ങൾക്ക് അമിത ലാഭം പ്രതീക്ഷിച്ചിട്ട് മനുഷ്യൻ കൊണ്ടുപോയി തള്ളിയപ്പോൾ നാടാണ് ദരിദ്രമായത്. 5-6 വ്യക്തികളല്ല, ഓരോ നാട്ടിലും 10-15 ആൾക്കാർ, ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തും പ്രധാനപ്പെട്ട അല്പം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, മധ്യവർത്തികളായ ആൾക്കാരും അല്പം സമ്പന്നന്മാരുമൊക്കെ അവരുടെ വസ്തുക്കളും പ്രോപ്പർട്ടിയും ഒക്കെ പണയപ്പെടുത്തിയും കയ്യിലിരുന്ന പണവും സ്വർണവും വിറ്റതും എല്ലാം കൊണ്ടുപോയി ഇത്തരം ആൾക്കാർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം എടുത്ത് തിന്നുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഈ നഷ്ടങ്ങൾ ഈ നാടിനെ മൊത്തമാണ് ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവിൽ കാണുന്ന മുസ്ലിം സൊസൈറ്റിയിൽ കാണുന്ന പ്രധാനപ്പെട്ട ദാരിദ്ര്യ പ്രശ്നങ്ങളുടെയും സാമ്പത്തിക ശോഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരം അമിത ലാഭങ്ങൾ മോഹിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവിടെയല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ലാഭമില്ല മനുഷ്യരെ, നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര കൊണ്ടാലും പഠിക്കാത്തൊരു സമൂഹം, എത്ര ആട് ഈ തേക്ക് മാഞ്ചിയം തുടങ്ങി എന്തുമാത്രം സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അവസാനം വന്ന് നിൽക്കുന്ന ഹൈറിച്ച് അടക്കമുള്ള സംവിധാനം വരെ നിൽക്കുന്ന പ്രാദേശിക തലത്തിലുണ്ട് ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ. അവിടെ അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തള്ളിക്കൊടുത്തിട്ട് എല്ലാം നഷ്ടത്തിലായി ജനങ്ങൾക്ക് മൊത്തത്തിൽ സാമ്പത്തികമായ ഒരു മാന്ദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിനപ്പുറത്തൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാം ഇടേണ്ടിയിരുന്നത് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു. എനിക്ക് കടം നൽകാൻ ആളുണ്ടോ? അത് ചോദിക്കണം. ആരെങ്കിലും എനിക്ക് കടം നൽകാൻ ആളുണ്ടോ? ഇരട്ടി തിരിച്ചു തരാന്ന് റബ്ബ് പറയാണ്. നിങ്ങൾ എനിക്ക് കടമായി നൽകിയാൽ നിങ്ങൾക്ക് ആ പണം ഇരട്ടിയായി ഞാൻ തിരിച്ചു നൽകുമെന്ന്. അപ്പൊ എനിക്ക് അള്ളാഹുവിനിപ്പോ എവിടെ കൊണ്ട് കടം കൊടുക്കാന്നും എന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ട, അത് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്താൽ മതി. എന്റെ കയ്യിൽ നിങ്ങൾ നേരിട്ട് ഏൽപ്പിക്കേണ്ട, ആവശ്യക്കാർക്ക് പാവപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുത്താൽ മതി. അത് ഞാൻ മാച്ചോളാം, അത് ഞാനാ വാങ്ങിക്കുന്നത്. നിങ്ങൾ 100 അവിടെ കൊടുക്കുമ്പോൾ അത് ഞാനാ വാങ്ങിക്കുന്നത്. പിന്നെ 100നെ 1000 നിങ്ങൾക്ക് നൽകുന്നവൻ ഞാനാണെന്ന്, അത് ഞാൻ തന്നോളാന്ന്. പക്ഷെ അള്ളാഹുവിൽ വിശ്വാസമില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇവിടുത്തെ ഹാജിയാക്കന്മാരെ അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള തട്ടിപ്പുകാരെയൊക്കെ വലിയ വിശ്വാസം. നിങ്ങൾ 1 ലക്ഷം രൂപ തന്നാൽ ഒരു മാസം നിങ്ങൾക്ക് 3000 രൂപ തരാം, അല്ലെങ്കിൽ 5000 രൂപ തരാം, 10000 രൂപ തരാം എന്ന് പറയുന്നവരെയാണ് നിങ്ങൾക്ക് വിശ്വാസം. പടച്ചവൻ നിങ്ങൾ നിങ്ങൾക്ക് 1 ലക്ഷത്തിന് 2 അല്ല 10 ലക്ഷം വരെ തരാമെന്ന് അള്ളാഹു പറയുമ്പോൾ ആ കണക്കിലങ്ങ് വലിയ വിശ്വാസമില്ല. പടച്ചവൻ അത്രയും നമുക്ക് വലിയ വിശ്വാസമില്ല. കാരണം ഇനി ഇവിടെ കൊണ്ട് വന്നിട്ടിട്ട് എന്നാണ് ഇത് തിരിച്ചെടുക്കുക, എവിടെ വെച്ചാണ് ഈ കണക്ക് ക്ലിയർ ചെയ്യുക? പടച്ചവന്റെ വിഷയത്തിൽ നമുക്ക് തീരെ വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പൈസ വിഷയത്തിൽ പടച്ചവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളവിടെ കൊടുക്കാറില്ല, പടച്ചവൻ ഏൽപ്പിക്കാറില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. റബ്ബ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ഒരു ധാന്യമണി മണ്ണിലേക്കിട്ട ഒരു ധാന്യമണി ഒരേ ഒരു ധാന്യമണിയാണ്,
അത് മണ്ണിലിട്ടിട്ട് അത് കിളിർത്തു. അതിൽ നിന്ന് ഏഴ് എന്നീ കതിരുകളുണ്ടായി. 7 കതിരുകളിലും 70 വീതം ധാന്യങ്ങളുണ്ടായി. ഒരേ ഒരു ധാന്യം, നിങ്ങൾ വിതച്ചത് ഒരു ധാന്യമാണ്. 7 കതിരുകളിലായി 70 വീതം ധാന്യമണികളായി അത് മാറ്റുന്നുണ്ടെങ്കിൽ ആ മാസ്മരികതയും ആ അത്ഭുതവുമാണ് വിശ്വാസിയുടെ ദാനത്തിന് കൊടുക്കുന്ന പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഒരു ധാന്യമണി ഇടൂ, 1 രൂപ ഇടൂ, അതിനെ 7 കതിരുകളാക്കിയും അതിൽ നിന്ന് 70 വീതവുമാക്കിയിട്ട് അതിനെ വിശാലമാക്കും. നിങ്ങൾ ചെയ്ത ഒരേ ഒരു നന്മ അത് വിശാലമായ വലിയൊരു നന്മയായി ഒരു വടവൃക്ഷം പോലെ അത് വിശാലമായി അള്ളാഹുവിന് മുമ്പിലുണ്ടാകും. അതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. ഈ ഉറപ്പിന്മേലാണ് നമ്മൾ നിൽക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ അവശേഷിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഒരുപാട് നിമിഷങ്ങൾ ചെറുതും വലുതുമായ നന്മകളുടെ ഭാഗമായി നമ്മൾ ദാനം കൊടുക്കാൻ കഴിയണം. സാമ്പത്തികമാകട്ടെ, ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, അങ്ങനെയൊക്കെ കൊടുത്തത് എന്തെങ്കിലും കൊടുക്കുക. അതിൽ നിർവൃതിയുണ്ട്, ആത്മധന്യതയുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ വമ്പിച്ച പ്രതിഫലവുമുണ്ട്. അതുകൊണ്ട് ഈ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും അവശേഷിക്കില്ല എന്ന ബോധ്യത്തോടു കൂടി വേണം ഇനിയും അങ്ങോട്ട് പ്രവർത്തിക്കാൻ. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകാൻ